ഹലോ, എല്ലാവർക്കും സ്വീറ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കല്ലുമ്മക്കായ റോസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. പിന്നെ കുറേ പേർക്ക് കല്ലുമ്മക്കായ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഈ കല്ലുമ്മക്കായ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സീ ഫുഡാണ്. അപ്പോൾ നിങ്ങൾ ഈ കല്ലുമ്മക്കായൊക്കെ കാണുവാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും കല്ലുമ്മക്കായ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് കല്ലുമ്മക്കായ. ഈ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷാണ് നമുക്ക് വേണ്ടത്. ഇത് വേവിച്ചെടുക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ആ ഫ്ലഷ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിന് മുകളിൽ നല്ല ചെളി കാണും, അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുത്തിട്ട് നമ്മളൊരു വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഈ ഷെല്ലൊന്ന് നന്നായിട്ടൊന്ന് അടർന്ന് വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷെല്ലൊക്കെ നന്നായിട്ട് അടർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാം. ഈ ഒരു ഫ്ലഷാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഷെല്ല് അടർത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ബ്ലാക്ക് കളറിൽ ചകിരി പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് നമ്മൾ എടുത്ത് കളയണം. അത് അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ കാണുന്ന കറുത്തിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ മാറ്റേണ്ടത്. പിന്നെ ഈ കല്ലുമ്മക്കായ നമുക്ക് മാർക്കറ്റിൽ ക്ലീൻ ചെയ്തതും മേടിക്കാൻ വേണ്ടി കിട്ടും. ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതുപോലത്തെ ഫ്ലഷ് മാത്രമായിട്ട് മേടിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെല്ലടക്കമുള്ളത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം. ചെറുതായിട്ട് മണ്ണും തരികളൊക്കെ ഉണ്ടാവും. അത് കാരണം നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ ആദ്യം തന്നെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുന്നവരേക്കും നമുക്കിത് മിക്സാക്കി എടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ സവോളയൊക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നവരേക്കും നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ട് പിന്നെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഈ കല്ലുമ്മക്കായയിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കല്ലുമ്മക്കായ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് കാരണം നമ്മളൊരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കല്ലുമ്മക്കായയിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ് ഈ കല്ലുമ്മക്കായ റോസ്റ്റ്. ഈ കല്ലുമ്മക്കായൊക്കെ കിട്ടുന്നവരാണെങ്കിൽ എന്തായാലും ഈ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്